നമസ്കാരം. മെഷീൻ ലേണിംഗ് എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫോണിലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് BBC ന്യൂസ് പേപ്പർ മലയാളത്തിൽ വായിച്ചു തരുന്നത്, അതുപോലെ ആപ്പിൾ പറിക്കുന്ന റോബോട്ട്, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, യൂട്യൂബിലെ വീഡിയോ റെക്കമെൻഡേഷൻ സിസ്റ്റം, അതുപോലെ ബാങ്കിലെ ഫ്രോഡ് ഡിറ്റക്ഷൻ, ഇതെല്ലാം നമ്മൾ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മെഷീൻ ലേണിംഗ്. അതുകൊണ്ടാണ് മെഷീൻ ലേണിംഗ് എന്നത് ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പകരമുള്ള ഒരു വാക്കായി പലരും ഉപയോഗിക്കാറ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ മൈനിങ്, ബിഗ് ഡാറ്റ ഇവയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഉപമേഖലയാണ് അല്ലെങ്കിൽ സബ് ഫീൽഡാണ് മെഷീൻ ലേണിംഗ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ ഡാറ്റ അനലൈസ് ചെയ്ത് പാറ്റേണുകൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കുവാനും സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനുമുള്ള കഴിവുകളുണ്ടെങ്കിൽ അതിനെ മെഷീൻ ലേണിംഗ് എന്ന് വിളിക്കാം. മെഷീൻ എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്? അതിനു മുമ്പ് യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ചൂടുള്ള വെള്ളത്തിൽ തൊട്ട് കൈവിരൽ പൊള്ളിയെന്ന് വിചാരിക്കുക. ആ സംഭവത്തിലൂടെ ചൂട്, അതുപോലെ എത്ര ചൂടുണ്ടെങ്കിലാണ് കൈ പൊള്ളുക തുടങ്ങിയ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണവിശേഷങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കും. അതുകൊണ്ടാണ് പിന്നീട് ചൂടുള്ള കോഫി, ടീ, അതുപോലെ ചൂടുള്ള സ്റ്റൗവ് തുടങ്ങിയ എന്തിനോടും നമ്മൾ വളരെ സൂക്ഷിച്ച് റിയാക്ട് ചെയ്യുന്നത്. ഇനി മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഒരു സിസ്റ്റം എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ജിമെയിൽ ആപ്ലിക്കേഷനകത്ത് സ്പാം മെയിൽ എന്ന ഒരു ഫോൾഡർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജിമെയിലിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന സ്പാം ഇമെയിലുകൾ ഓട്ടോമാറ്റിക്കായി സ്പാം ഫോൾഡറിലേക്ക് മൂവ് ചെയ്യുന്നത് ജിമെയിലിലേക്ക് സ്പാം മെയിൽ ഡിറ്റക്ഷൻ എന്ന മെഷീൻ ലേണിംഗ് മോഡൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ്. മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഒരു സ്പാം മെയിൽ ഡിറ്റക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് മോഡൽ ട്രെയിൻ ചെയ്യുകയാണ്. അതിനുവേണ്ടി സ്പാം ആയതും അല്ലാത്തതുമായ നൂറുകണക്കിന് മെയിലുകളെ സ്പാം എന്നും നോട്ട് സ്പാം എന്നും ലേബൽ ചെയ്ത് വയ്ക്കുന്നു. ഇതിനെയാണ് ട്രെയിനിങ് സെറ്റ് എന്ന് പറയുന്നത്. ഈ മെയിലുകൾ ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് ഇൻപുട്ടായി കൊടുക്കുന്നു. മെഷീൻ ലേണിംഗ് അൽഗോരിതം അങ്ങനെ ഇൻപുട്ടായി കൊടുത്ത മെയിലുകൾ അനലൈസ് ചെയ്ത് സ്പാം ആയിട്ടുള്ള മെയിലുകളുടെയും അല്ലാത്ത മെയിലുകളുടെയും ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി അതിനെ 2 ഗ്രൂപ്പുകളായി ക്ലാസിഫൈ ചെയ്ത് വയ്ക്കുന്നു. അങ്ങനെ സ്പാം ആയിട്ടുള്ള മെയിലുകളുടെയും അല്ലാത്ത മെയിലുകളുടെയും ആട്രിബ്യൂട്ട്സും പാറ്റേൺസും കണ്ടുപിടിച്ച് അതിനെ ഒരു ഫയലായി സേവ് ചെയ്ത് വയ്ക്കുന്നു. അതിനെയാണ് മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ട്രെയിൻ ചെയ്ത മോഡലിലേക്ക് ഒരു പുതിയ ഇമെയിൽ ഇൻപുട്ട് ചെയ്ത് ഏത് കാറ്റഗറിയാണെന്ന് ചോദിക്കുക. റിസീവ് ചെയ്തിരിക്കുന്ന ഇമെയിലിൻ്റെ ആട്രിബ്യൂട്ട്സ് മോഡലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പാറ്റേണുമായി മാച്ച് ചെയ്ത് അത് ഒരു സ്പാം ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ മെഷീൻ ലേണിംഗ് മോഡലിന് കഴിയും. ട്രെയിനിങ് സെറ്റിലുള്ള സാമ്പിൾ മെയിലുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് മോഡലിൻ്റെ പ്രിഡിക്റ്റ് ചെയ്യാനുള്ള ആക്യുറസി കൂടുതലായിരിക്കും. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മെഷീൻ ലേണിംഗ് മോഡലിനെ കാറ്റിൻ്റെയും ഡോഗിൻ്റെയും കുറേ ഫോട്ടോകൾ കൊടുത്ത് ട്രെയിൻ ചെയ്ത് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്താൽ ആ മോഡലിനെ ഒരു ഫോട്ടോയിൽ നിന്നും അതൊരു ഡോഗാണോ അതോ കാറ്റാണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. എൻ്റെ ഗൂഗിൾ ഫോട്ടോസിൽ കാറ്റ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ പൂച്ചയുടെ ഫോട്ടോകൾ മാത്രം കണ്ടുപിടിച്ച് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതിന് കാരണം ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മോഡൽ ട്രെയിൻ ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇതാണ് മെഷീൻ ലേണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇതെല്ലാം ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും 1 by 1 ആയി എഴുതി വെക്കേണ്ടി വരും. അതായത് ഒരു ഫോട്ടോ കിട്ടിയാൽ അതിലെ ഓരോ പിക്സലും ചെക്ക് ചെയ്ത് അതൊരു പൂച്ചയാണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് നൂറുകണക്കിനുള്ള ഫോട്ടോകൾ അനലൈസ് ചെയ്ത് പൂച്ചയുടെ പാറ്റേൺ എന്താണെന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നു. മെഷീൻ ലേണിംഗ് മോഡലുകൾ ട്രെയിൻ ചെയ്ത് ബിൽഡ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അൽഗോരിതംസ് ഉപയോഗിച്ചാണ്. മെഷീൻ ലേണിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി R, പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ കമ്പ്യൂട്ടർ ലാംഗ്വേജുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 മെഷീൻ ലേണിംഗ് അൽഗോരിതം ടൈപ്പുകളാണ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം, 2 അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം. നമ്മൾ നേരത്തെ കണ്ട സ്പാം മെയിൽ ഡിറ്റക്ഷൻ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അവിടെ ഇൻപുട്ടായി കൊടുക്കുന്ന ഡാറ്റ സെറ്റിലെ ഓരോ മെയിലിനെയും അത് സ്പാം ആണോ അല്ലയോ എന്ന കാര്യം നമ്മൾ ആദ്യം തന്നെ ലേബൽ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പാം മെയിലിൻ്റെയും അല്ലാത്ത മെയിലിൻ്റെയും പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ ലേൺ ചെയ്യാൻ അൽഗോരിതത്തിന് കഴിയുന്നത്. അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇൻപുട്ടായി കൊടുക്കുന്ന ഡാറ്റ ഇങ്ങനെ ലേബൽ ചെയ്യുന്നില്ല. ഡാറ്റ എലമെൻസിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിച്ച് അതിനെ പല ക്ലസ്റ്ററുകളാക്കി വയ്ക്കുന്നത് അൽഗോരിതം തന്നെയാണ്. റെക്കമെൻഡേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചാണ്.
ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. മെഷീൻ ലേണിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചുവെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ കമൻസും ക്വസ്റ്റ്യൻസും പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.